ഹലോ ഗൈസ്, അപ്പോൾ ഇത് 28 ഓണത്തിന് തലേദിവസത്തെ വീഡിയോ ആണ്. അതായത് പൂജ വെച്ചേക്കുന്ന ബുക്ക് എടുക്കുന്ന ദിവസത്തെ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിന് അമ്മ അനിയത്തി ഓൾറെഡി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇത്തവണ പൂജയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ താമസിച്ചാണ് എണീറ്റത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവരെ കണ്ട് ഇവർ നേരെ വീട്ടിലേക്കും പോയി. ഞാൻ നേരെ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ പ്ലേറ്റിനകത്ത് മണ്ണിരിക്കുന്നുണ്ട്. നമ്മൾ പൂജയൊന്നും വെച്ചില്ലെങ്കിൽ പോലും അതിനകത്ത് ജസ്റ്റ് ഹരീശ്വരയൊക്കെ എഴുതി. ഇതാണ് അമ്പലം, കളത്തിലമ്പലമാണ്. അപ്പം നമ്മുടെ അവിടെ തന്നെ ഇട്ട് കിട്ടുന്ന കാളയാണിത്. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെല്ലണമെങ്കിൽ ആദ്യം ഈ ട്രെയിൻ പോയി തീരണം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത്, അമ്മ പിന്നെ വരുന്നുള്ളൂ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ നേരെ ഇറങ്ങി കാളെ കാണാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കതിരവനെയാണ് കണ്ടത്. കതിരവനെ കണ്ട സന്തോഷത്തിൽ ഇനി നമ്മൾ നമ്മുടെ കൃഷ്ണപുരം കരസമിതി നമ്മുടെ കരക്കാളെ കാണാനാണ് പോകുന്നത്. കരക്കാളെ എടുക്ക് ചെന്നപ്പോൾ അവിടെ പറയിടുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അന്നദാനത്തിൻ്റെ ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടിട്ട് നേരെ അന്നദാനത്തിൻ്റെ ക്യൂവിനകത്ത് കയറി നല്ല ചോറും പരിപ്പും പപ്പടമൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വല്യമ്മച്ചടങ്ങോട്ടാണ് പോയത്. അപ്പോൾ വല്യമ്മച്ചടങ്ങ് ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ സാധനം ഇരുന്ന് കളിക്കുന്നത് കണ്ട്. അപ്പോൾ അവൻ്റെ കുസൃതി എല്ലാം കണ്ട് അവനെ ഒന്ന് കളിപ്പിച്ച് അപ്പോൾ തന്നെ വൈകുന്നേരം ആയി. അപ്പോൾ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് പുഴുങ്ങിയത് മുളക് ചമ്മന്തിയാണ്. ഇത് കഴിച്ചിട്ട് വേണം നമുക്കിനി പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അടിപൊളി നാടൻപാട്ടാണ് അവിടെ. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നേരെ വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്, രാത്രിയിലത്തെ വ്യൂ ആണിത്. അങ്ങനെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കരക്കാളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതായത് 28 ഓണത്തിന് നമ്മുടെ ഓച്ചറ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പരിപാടി കണ്ട ക്ഷീണം തീർക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കൂട്ടത്തിലെ ചെറുതുങ്ങളെല്ലാം വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പ്രായമൊന്നുമില്ലല്ലോ ഐസ്ക്രീമിന്, അപ്പം നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. ഇനി നമ്മൾ കതിരവനെ കാണാനാണ് പോകുന്നത്. കതിരവൻ്റെ അവിടെ മേളസന്ധ്യയാണ് പ്രോഗ്രാം.
കരക്കാല എടുക്കലും കതിരവൻ്റെ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭൈരവനെ കാണാനാണ് വന്നത്. ഇതാണ് നമ്മൾ 1-ാം നമ്പർ കാള വിശ്വപ്രജാപതി കാലഭൈരവൻ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 11 മണി എന്തോ അടുപ്പിച്ചായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ. ഇനി അവർക്ക് നെറ്റിപ്പട്ടവും മാലയൊക്കെ ചാർത്താനൊക്കെ ഉണ്ട്. നാളെയാണ് നമ്മുടെ 28-ാം ഓണം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.